സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1, 2, 3 കാരണങ്ങൾ അതിനുണ്ട്. ആദ്യത്തേത്, എനിക്കൊരാദരം കിട്ടി എന്നത് തന്നെ. രണ്ടാമത്തേത്, ചേട്ടമ്പി സ്വാമികളുടെ ജീവിത ചൈതന്യം ഏറ്റുവാങ്ങി സ്വജീവിതവൃത്തികളിൽ അനുക്രമം പ്രയോഗിച്ച് ശ്രേഷ്ഠപദവിയിലേക്ക് ഉയർന്ന ഗുരുനാഥൻ വിശിഷ്ടമായ വാഗ്മിത കൊണ്ട് ശ്രോതാക്കളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള പ്രഭാഷകൻ, സമ്പുഷ്ടികരമായ രചനാവിശേഷം കൊണ്ട് അനുവാചകരെ ആഹ്ലാദത്തിൽ, ഇപ്പോൾ ഇവിടെ മകൻ തന്നെ അനുസ്മരിച്ച ആനന്ദത്തിൽ ആറാടിച്ച കവിവര്യൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ജഗതി വേലായുധൻ നായർ അവരുടെ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചതിലുള്ള അതീവമായ സന്തോഷം. മൂന്നാമതുള്ളത് ഈ വേദിയാണ്. കേരളത്തിൽ ചട്ടമ്പിസ്വാമി സ്മാരകങ്ങൾ ഒരുപാടുണ്ടെങ്കിലും വളരെ വിശിഷ്ടമായ വിധത്തിൽ ആദ്യമായി ഉണ്ടായ സ്മാരകമാണ് ആറയൂർ അഭ്യദാശ്രമം. അതിനുശേഷം തിരുവനന്തപുരം അഭ്യദാശ്രമം. പന്മനയുള്ള വായനശാല മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ജീവിതം കൊണ്ട് ചട്ടമ്പിസ്വാമികളെ മനസ്സിലാവാഹിച്ച് ആ ജീവിതവൃത്തിയെ നന്നായി ലോകത്തിന് കാഴ്ചവെച്ച് ശ്രേഷ്ഠ സന്യാസി ജീവിതത്തിൻ്റെ ഉത്കൃഷ്ടത തെളിയിച്ച അഭേദാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ കുടീരത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിന് മുന്നിൽ ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിച്ച ഇതിൻ്റെ അധിപതിരും അതിന് സമ്മതവും സൗകര്യവും കൊടുത്ത അഭേദാശ്രമം ഭാരവാഹികളും എന്തെന്നില്ലാത്ത ആനന്ദമാണ് പ്രദാനം ചെയ്തത്. ഈ 3 കാരണമാണ് സന്തുഷ്ടികരമായ എന്ന് ഞാൻ ആദ്യം വിശേഷിപ്പിച്ചത്. ഹംസപ്പാട്ടിലൂടെ നമ്മെ കൂടുതൽ വളർത്തിയ ജഗതി വേലായുധൻ നായർ സാർ, ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണനോട് സൂചിപ്പിച്ചതുപോലെ സോഹം എന്ന ഹംസത്തെ, അതിൻ്റെ ആധ്യാത്മിക സാരത്തെ നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തരികയായിരുന്നു. ഹംസത്തിനൊരു വിശേഷം കൂടിയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന വിശേഷമാണ്. ഹംസം പാല് സ്വീകരിച്ച് വെള്ളത്തെ ഉപേക്ഷിക്കുന്ന സ്വഭാവസ്ഥമായ പക്ഷിയാണ്. സമൂഹത്തിൽ നീരക്ഷീരങ്ങൾ ഇടകലർന്നിരിക്കെ നീരം നീക്കി ക്ഷീരം സ്വീകരിക്കുവാൻ ഉപദേശിക്കുന്ന ആ രചനാ സമ്പ്രദായം അനുസരിച്ച് മലയാളി മനുഷ്യനെ വളരെയധികം ആകർഷിച്ച വിദ്യാധിരാജ പുരാണം, വിദ്യാധിരാജ സുപ്രഭാതം തുടങ്ങിയ കൃതികൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ പുണ്യപരിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ശ്രീ ജഗതി വേലായുധൻ നായർ സാറിൻ്റെ അധ്യാപനത്തിൽ വളരെ സംതൃപ്തമായ വലിയ ശിഷ്യസമ്പത്ത് ഉള്ളത് പലരും പറഞ്ഞു. എനിക്ക് നേരിട്ട് പഠിക്കാനൊന്നും അവസരം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട്. എങ്കിലും ആ ശിഷ്യരുടെ സ്നേഹം, ബഹുമാനങ്ങൾ കാണുമ്പോൾ ശിഷ്യനിൽ നിന്ന് ഗുരുവിനെ തിരിച്ചറിയാൻ നമുക്ക് വളരെ പ്രയാസമില്ല. ഗുരുദേവൻ്റെ അനുഗ്രഹാശിസുകൾ പുണ്യപരിഭാഗമെന്ന് വിശേഷിപ്പിച്ച അനവധി പേർ ഇപ്പോൾ ഇവിടെ മധുസൂദനൻ നായർ സാറും അതുപോലെ നമ്മുടെ പ്രഗത്ഭരായ പല ആളുകൾക്കും ഉണ്ടായ അനുഭവങ്ങളെ വിശേഷിപ്പിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ശാന്തകുമാരി ടീച്ചറുടെ കൃതികളിലൂടെ ഒരു പര്യടനം നടത്താനുള്ള അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട്. ടീച്ചർ ദയവായി അങ്ങനെ ഒരു അവസരം തന്നു. ഒരു പ്രബന്ധം രചിച്ച് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് നമുക്കറിയാം. എൻ്റെ പ്രബന്ധം മാത്രമല്ല, പലരുടെയും ചേർത്തുള്ള വിശിഷ്ടങ്ങളായി സബരികളിലൂടെ നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചട്ടമ്പിസ്വാമികൾ നടത്തിയ പ്രവർത്തനങ്ങളെയും അതിന് ഉപോദ്ബലക പ്രേരണ നൽകിയ കുടുംബത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ആ വ്യക്തികളിലൂടെ സമൂഹത്തിനുണ്ടായ സുവർണപ്രഭയെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികളെ പോലെ ഒരു
അപൂർവ ജീവിതം, ചട്ടമ്പി സ്വാമികളെ പോലൊരു വിശിഷ്ട ജീവിതം, സ്വാമികളെ പോലുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജീവിതം, പ്രവൃത്തികൾ നമ്മെ എന്നുമെന്നും കൊള്ളിക്കുന്നവയാണ്. ഒരു കാലത്തെ രാഷ്ട്രീയ പ്രമുഖരായ ആളുകളുടെ പ്രവർത്തനത്തിന് മുമ്പ് ആ പ്രവർത്തനത്തിന് ആമുഖമെന്നോണം, അത്തരം പ്രവൃത്തികളുടെ ഉയർച്ചയ്ക്ക് സഹായകമെന്നോണം, പ്രേരണയെന്നോണം ഇവിടുത്തെ അനുഗ്രഹീതരായ ആധ്യാത്മിക ജ്യോതിഷകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ നോക്കുമ്പോൾ പ്രഗത്ഭരായ അധ്യാത്മ ജ്യോതിഷകൾ ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുദേവനും വൈകുണ്ഠസ്വാമികളും വാഗ്ഭടാനന്ദൻ വരെ ഉണ്ടായിട്ടുള്ള മഹത്തമരായ ആളുകൾ നൽകിയ ആ സംഭാവന ആർക്കും മറക്കാനാവുകയില്ല. സാഹിത്യരചനയിലെ അല്ലെങ്കിൽ കൃതികൾ രചിക്കുമ്പോഴത്തെ വാഗ്മിത കൊണ്ടും ആശയ സമൃദ്ധി കൊണ്ടും പിന്നെയും പിന്നെയും ആലോചിച്ചെടുക്കേണ്ടുന്ന സൂത്രവാക്യ സമാനങ്ങളായ ഗതിരചന കൊണ്ടും നമ്മെ വളരെയധികം കോൾമയിൽ കൊള്ളിച്ചിട്ടുള്ള, അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പ്രതിഭയാണ് ചട്ടമ്പിസ്വാമികളുടെ. അങ്ങനെയുള്ള ചട്ടമ്പിസ്വാമികളെയും സ്വാമികളുടെ രചനയിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട വേലായുധൻ നായർ സാറിനെയും ഇവിടെ അനുസ്മരിക്കുവാൻ അവസരം പല ആളുകളിലൂടെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരവും നമുക്ക് കിട്ടിയല്ലോ. ഇതിന് അവസരമുണ്ടാക്കിയ വിദ്യാധിരാജ ധർമ്മ പ്രചാര സഭയുടെ പ്രവർത്തനം, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇളക്കുടിക്ക്, എനിക്ക്, മിസ്റ്റർ മോഹൻകുമാറിന് ഒക്കെ നൽകിയ സ്നേഹാദരം ഞങ്ങൾ നന്ദിയോടെ, എല്ലാവരുടെയും കൂടെ ചുമതല ഞാൻ ഏറ്റെടുക്കുകയല്ല എങ്കിലും നന്ദിയോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ സ്വീകരണത്തിലൂടെ നമുക്ക് ആ ഗുരുദേവൻ്റെ സ്മരണ നിലനിർത്താനും അതിനായി കൂടുതൽ പ്രവർത്തിക്കാനും സാധിച്ചെന്ന് വരും. കാരണം മഹാജനോ യസ്യഗതസ്സവന്ധ എന്നാണല്ലോ മഹാഭാരതം പറയുന്നത്. മഹാജനങ്ങൾ നടന്ന വഴിയാണ് വഴി. ആ മഹാജനങ്ങൾ നടന്ന വഴിയെ പിൻപറ്റുവാൻ ഭഗവത്ഗീത നമ്മെ ഉപദേശിക്കുകയും ചെയ്തു. യത് കരോഷി, യത് അശ്നാസി, യത് ജുഹോഷി, ദാസീത്, യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മാതാർപ്പണം എന്ന് അർപ്പണപൂർവമായ ചിന്തയുണ്ടെങ്കിൽ ശ്രേഷ്ഠൻ ചെയ്യുന്നത് മറ്റുള്ളവരെ അനുകരിക്കും എന്നുള്ള പ്രത്യേകതയും കൂടി മുന്നിൽ വെച്ച് നോക്കിയാൽ ശ്രേഷ്ഠൻ ചെയ്യുന്നത് യഥാചരതി ശ്രേഷ്ഠ തദൈവ നിരോചന സ പ്രമാണ ഗുരുതേ ലോകാ തത് അനുവർത്തത. അങ്ങനെയുള്ള ഈ ശ്രേഷ്ഠത്വം വഴിവിളക്കായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിത പന്ഥാവിനെ കൂടുതൽ തെളിച്ചവും വിസ്തൃതവും കൂടുതൽ നടക്കുവാൻ യോഗ്യമായുള്ളതും ആക്കി മാറ്റുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ത്രാസങ്ങളൊക്കെ മാറുമായിരിക്കും. ആ സന്ത്രാസങ്ങൾ മാറുവാൻ ഇവരുടെ അനുഗ്രഹവും ഇവരുടെ വഴികാട്ടലും നമുക്ക് സഹായകമാവും. ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാൻ ശ്രമിക്കുന്നത് ഒരു തമിഴ് പണ്ഡിതൻ്റെ വാക്ക്, മഹായോഗിയുടെ വാക്ക് അനുസ്മരിച്ചുകൊണ്ടാണ്. സഭയറിந்து பேசு, இனிமையாக பேசு, பேசாமல் இருந்தும் பழகு. നമസ്തേ.